നമ്മുടെ പത്തനംതിട്ട ജില്ലയിലെ പന്തളം കുളനട സ്ഥലത്ത് അധികം ആരും അറിയാത്തൊരു സ്പോട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടൊന്ന് പോയാലോ? ഇവിടെ നമുക്ക് വണ്ടി പാർക്കിങ്ങിനായിട്ട് സൗകര്യങ്ങളുണ്ട്. ആരോഗ്യ നികേതനം നമുക്ക് ഫാമിലി ആയിട്ടും അല്ലെങ്കിൽ നമുക്ക് ഫ്രണ്ട്സായിട്ടും ഒക്കെ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു നല്ല പാർക്ക് കൂടിയാണിത്. ഇതിൽ എന്നെ അതിശയിപ്പിച്ച ഒരു കാര്യം എന്നാൽ വെറും 20 രൂപ മാത്രമാണ് ഇവിടുത്തെ എൻട്രി ഫീസ് വരുന്നത്. ഇവിടെ നമ്മൾ ആദ്യമായിട്ട് കടന്നു പോകുന്നത് 1970 കാലഘട്ടങ്ങളിലേക്കാണ്. നമുക്കിവിടെ ആദ്യം തന്നെ കാണാൻ കഴിയുന്നത് നമ്മുടെ ആയുർവേദത്തിൻ്റെ പിതാവായി കണക്കാക്കപ്പെടുന്ന ചരകനെയാണ്. അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് അതിമനോഹരമായ ഒരു മത്സ്യകുളമാണ്. അതിൽ നല്ല കുറച്ച് മത്സ്യങ്ങളുമുണ്ട്. അതിൻ്റെ നടുക്കായിട്ട് നമുക്ക് ഒരു മത്സ്യകന്യകയെ രൂപകൽപ്പന ചെയ്തു വെച്ചിട്ടുമുണ്ട്. ഇവിടെ നമുക്ക് പുറത്തുനിന്ന് ഫുഡൊന്നും നമുക്ക് അകത്ത് കൊണ്ടുവരാൻ പറ്റാത്തതുകൊണ്ട് അവർ തന്നെ അവർക്ക് അകത്ത് തന്നെ ഫുഡിൻ്റെ അറേഞ്ച്മെൻറ്റൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരു പെട്ടിക്കടയാണ്. ആ പെട്ടിക്കട നടത്തുന്ന ആളെയും നമുക്കവിടെ രൂപകൽപ്പന ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കാളവണ്ടികൾ, പിന്നെ പഴയ കാലത്തെ ആ ഒരു വള്ളം, ഇതൊക്കെ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്. അതിനുശേഷം നമുക്ക് നല്ലൊരു പഴയകാല തറവാട് കണ്ടാലോ? ഇതാണ് ആ തറവാട്. ജലചക്രം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഇനി നമ്മൾ പോകുന്നത് 1980 കാലഘട്ടങ്ങളിലേക്കാണ്. നെയ്ത്ത്, മരം മുറി, മൺപാത്രങ്ങളുടെ നിർമ്മാണം, പിന്നെ ഒരുപാട് നമ്മുടെ കൊക്കോ മരങ്ങളുണ്ടല്ലോ, ഇവിടെ നിറച്ചും കൊക്കോ മരങ്ങളാണ്. അതുപോലെ മൺപാത്രങ്ങളുടെ നിർമ്മാണം, ഇതൊക്കെ നമുക്ക് നല്ല അതിമനോഹരമായിട്ടാണ് ഇവിടെ നിർമ്മിച്ച് വെച്ചിരിക്കുന്നത് തന്നെ. പ്രശസ്തമായ അച്ചൻകോവിലാറിൻ്റെ തീരത്താണ് ഈ പാർക്ക്. പുഴയോട് ചേർന്ന് കൂട്ടത്തോടെ നിൽക്കുന്ന മുളകൾ കാണാൻ അതിമനോഹരമാണ്. പിന്നെ ദേ ഇവിടെ ഒരു ചെസ് ബോർഡ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ 80കളിലെ വണ്ടികളായ കൈനറ്റിക്, ഷെവർലെറ്റ്, വിക്ടർ, ഇതൊക്കെ ഇവിടെ കാണാൻ സാധിക്കും. മഴ സീസൺ ആയതുകൊണ്ട് ആറ്റിൽ വെള്ളം കൂടുതലാണ്. കല്ലിലരച്ച് ചമ്മന്തി കൂട്ടിയിട്ടുണ്ടോ? ദേ ഇവിടെ അതും ചെയ്തു വെച്ചിട്ടുണ്ട്. പിന്നെ ദേ നമുക്കിവിടെ ഒരു പഴയകാല ബേക്കറി കണ്ടാൽ ഇത് ഒറിജിനലാണെന്നേ തോന്നും. ഇനി നമ്മൾ കുട്ടികളുടെ പാർക്കിലേക്കാണ് പോകുന്നത്. അതിൻ്റെ സൈഡിലായിട്ട് മരക്കൊമ്പുകളും കാട്ടുവള്ളികളും ഒക്കെ കാണാൻ കഴിയുന്നുണ്ട്. ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ അതിമനോഹരമായ സ്ഥലങ്ങളാണ് ഈ പാർക്കിനരികിൽ ഉള്ളത്. കുട്ടികൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു പാർക്ക് കൂടി ഇവിടെ ഒരു സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പാർക്കിലെ കാഴ്ചകളൊക്കെ അതിമനോഹരം തന്നെയാണ്. ഇവിടെ നമുക്ക് പുഴയിലൊക്കെ ഇറങ്ങാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്. പാർക്കിൻ്റെ വടക്ക് ഭാഗത്തായിട്ട് നമുക്കൊരു കൂറ്റൻ ആനയുടെ പ്രതിമ കണ്ടാലോ? അതിമനോഹരമാണ്. ഈ ആനയുടെ പേരെന്താണെന്നോ? മണികണ്ഠൻ. അപ്പോൾ മണികണ്ഠനെ എല്ലാവരും കണ്ടല്ലോ. ഇനി നമ്മൾ പോകുന്നത് വായനശാലയിലേക്കാണ്. വായനശാലയിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു ജിറാഫിനെ കൂടി കണ്ടാലോ? ഇതാ ഇവിടെ ഒരു കുളമുണ്ട്. ഇതാണ് നമ്മൾ വായനശാലയിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ വായനശാല. വായനശാലക്കരിയിൽ തന്നെ നല്ല അതിമനോഹരമായ ഒരു കുളം തന്നെയുണ്ട്. നമുക്കൊരു ഏർമാടം കണ്ടാലോ? അവിടേക്കൊന്ന് പോവാം. ഇതാണ് നമ്മുടെ ഏർമാടം. കുട്ടിപ്പട്ടാളം രണ്ടും അവിടെ ഉണ്ട്. അതിന് താഴെയായിട്ട് ഒരു വെള്ളച്ചാട്ടം കൂടി അവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ വെള്ളച്ചാട്ടമൊന്നുമില്ല. നമുക്ക് ഏർമാടത്തിലോട്ടൊന്ന് കയറിയാലോ? അവർ ഇങ്ങനെ കറങ്ങി നിൽക്കുകയാണ് അതിനകത്ത്. ഈ ഏർമാടത്തിൽ നിൽക്കുമ്പോൾ നമുക്ക് അവിടുത്തെ ഫുൾ വ്യൂവും കാണാൻ പറ്റും. ഇവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷം നമുക്ക് ഒരു മിറർ വ്യൂ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഒരാൾക്ക് ഇതിനകത്ത് കയറാൻ പറ്റത്തുള്ളൂ, പക്ഷെ അവർ രണ്ടുപേരോടാണ് അതിനകത്ത് കയറിയത്. മിറർ വ്യൂ കണ്ടതിന് ശേഷം നമുക്ക് വ്യത്യസ്തമായ കുറച്ച് പക്ഷികളെ കാണാൻ പോവാം. ഓക്കെ, നമുക്ക് ഇപ്പോൾ പക്ഷികളുടെ അടുക്കലോട്ട് പോവാം. അതിമനോഹരം തന്നെ, പല കളറിലെ പക്ഷികളൊക്കെ ഉണ്ട് ഇവിടെ.
അതിൻ്റെ അപ്പുറത്തെ ഭാഗത്തായിട്ട് നല്ല പോലെ നല്ല പ്ലേസും കാര്യങ്ങളൊക്കെയാണ് അവിടെ. പക്ഷികളാണിത്, കണ്ടില്ലേ? തത്തകളാണിത്, പല നിറത്തിലുള്ള തത്തകൾ. അടുത്തായിട്ട് നമുക്ക് ഇവിടെ കുറച്ചധികം തന്നെ നടക്കാനുണ്ട് കേട്ടോ. നമുക്ക് അടുത്തായിട്ട് രണ്ട് പാഷൻ ഫ്രൂട്ടിൻ്റെ പന്തൽ കൊണ്ടുണ്ട ഒരുക്കിയൊരു നല്ല നടപ്പാത തന്നെയാണിത്. നല്ല തണുപ്പാണിവിടെ. അതിൻ്റെ സൈഡിലായിട്ട് നമുക്കൊരു ബുദ്ധൻ്റെ പ്രതിമയും കാണാം. ഇതോടെ നമ്മുടെ ആരോഗ്യ നികേതനത്തിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞു. വെറും 20 രൂപയല്ലേ ഉള്ളൂ. എല്ലാവരും ഫാമിലിയായിട്ടും ഫ്രണ്ട്സുമായിട്ടും ഒക്കെ വന്ന് എൻജോയ് ചെയ്യുക. ഓക്കെ.